2 ദിവസം മുൻപ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടരാം എന്ന ഒരു അന്തിമ വിധി ഇറക്കുകയുണ്ടായി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് വഖഫ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഭൂമി കൊള്ളയ്ക്കുള്ള ഒരു തന്ത്രം ആയിട്ട് മാത്രമേ വഖഫ് ബോർഡിൻ്റെ വിജ്ഞാപനത്തെ 2 ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ച് കാണുന്നുള്ളൂ. അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് മുനമ്പം വഖഫായി കോടതി വിധി വന്നാൽ പിന്നെ ആ മുനമ്പംകാരെ എങ്ങനെ സംരക്ഷിക്കണം, അതിനുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് എന്ന് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാമെന്നൊരു തീരുമാനം നാളെ പറയുന്നതും അബദ്ധമായിരിക്കും. അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പുറത്തുവിടുക എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, മുനമ്പം വിഷയം വളരെ ശ്രദ്ധേയമായ ചില തലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 2 ദിവസം മുൻപ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടരാം എന്ന ഒരു അന്തിമ വിധി ഇറക്കുകയുണ്ടായി. അതോട് ചേർന്ന് ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ, മുനമ്പം വഖഫല്ല എന്നുള്ള പരാമർശങ്ങൾ, ഒപ്പം സർക്കാരിന് നിലപാടെടുത്ത് മുന്നോട്ട് പോകാം എന്ന പരാമർശങ്ങൾ, അതുപോലെ വഖഫ് ബോർഡ് പ്രൊസീജിയറൽ കറക്റ്റ്നെസ് ഇല്ലാതെ, സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്, അതുകൊണ്ട് തന്നെ ആ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമേ പ്രവർത്തിക്കാനാവൂ, അത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് വഖഫ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്, അത് ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ് ആണ് എന്നാണ് ആ വിജ്ഞാപനത്തെക്കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമി കൊള്ളയ്ക്കുള്ള ഒരു തന്ത്രം ആയിട്ട് മാത്രമേ വഖഫ് ബോർഡിൻ്റെ വിജ്ഞാപനത്തെ 2 ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ച് കാണുന്നുള്ളൂ. ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാർ. ഇനി എന്താണ് സുഹൃത്തുക്കളെ, നമ്മൾ ഈ നാളെ തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ്, മന്ത്രിസഭയുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നറിയുന്നു. സന്തോഷം. സത്യത്തിൽ മുനമ്പംകാർ കഴിഞ്ഞ 4 വർഷങ്ങളായി റവന്യൂ തടങ്കലിലായത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ തെറ്റായ നിലപാട് മൂലം ആയിരുന്നു. അതായത് വഖഫ് ബോർഡ് നൽകിയ ആ ഒരു കൽപ്പന റവന്യൂ ഉദ്യോഗസ്ഥർ ശിരസ വഹിക്കുകയായിരുന്നു. കോടതി വിധിയിൽ റവന്യൂ ബോർഡിൻ്റെ നിലപാടിനെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള പരാമർശമുണ്ട്. അപ്പോൾ സത്യത്തിൽ കേരള സർക്കാരിന് കഴിഞ്ഞ 4 വർഷമായി തങ്ങളുടെ കുഴപ്പം കൊണ്ടുകൂടി വന്നിട്ടുള്ള ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നിയമം, വഖഫ് നിയമമായിരുന്നു ഇതുവരെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കാര്യം എങ്കിൽ ഇപ്പോൾ ആ വഖഫ് നിയമത്തിന് ഭേദഗതിയും വന്നിട്ടുണ്ട്. മന്ത്രി ശ്രീ പി രാജീവ് മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞത്, നിലവിലൊരു ഒരു നിയമമുണ്ട്, ആ നിയമവും ചട്ടങ്ങളും അനുസരിച്ച് സർക്കാരിന് പ്രവർത്തിക്കാനാവൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിയമം മാറിയിട്ടുണ്ട്. നാളെ സർക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ, മന്ത്രിസഭ യോഗം കൂടുമ്പോൾ, ആ യോഗത്തിൽ വളരെ കൃത്യമായ നിലപാട് സർക്കാർ എടുത്താൽ മുനമ്പംകാരുടെ പ്രശ്നങ്ങൾ സ്ഥായിയായ രീതിയിൽ പരിഹരിക്കപ്പെടും. അതായത്, 1, റവന്യൂ അവകാശങ്ങൾ സമ്പൂർണമായും സത്വരമായും മുനമ്പംകാർക്ക് തിരികെ ലഭിക്കണം. 2, സത്വരമായും സമ്പൂർണമായും തിരികെ ലഭിക്കണമെങ്കിൽ നിലവിൽ വന്നിട്ടുള്ള കോടതി പരാമർശവുമായി അതിനെ കൂട്ടിക്കെട്ടരുത്. കാരണം കോടതി പരാമർശത്തിനെതിരെ തീർച്ചയായും ഈ ദിവസങ്ങളിൽ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അത് സ്റ്റേ വാങ്ങാനായിട്ട് പോകും. അതിന് സ്റ്റേ ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേ വരുമ്പോൾ മുനമ്പംകാർക്ക് തൽക്കാലത്തേക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസമായോ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സായോ
അത്തരത്തിലുള്ള നിലപാട് മാറുന്നത് അത് വളരെ അധികം പരിതാപകരമാണ്. ഇനി മറ്റൊന്ന്, ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട് ഒരു തീരുമാനം സർക്കാരിന് വേണമെങ്കിൽ നാളെ പറയാം. പക്ഷെ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമായിരിക്കും. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ്റെ ആ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് മുനമ്പം വഖഫായി കോടതി വിധി വന്നാൽ പിന്നെ ആ മുനമ്പംകാരെ എങ്ങനെ സംരക്ഷിക്കണം, അതിനുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് എന്ന് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാമെന്നൊരു തീരുമാനം നാളെ പറയുന്നതും അബദ്ധമായിരിക്കും. അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പുറത്തുവിടുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് വഖഫ് അല്ലാത്ത മുനമ്പം ഭൂമിക്ക് ഒരു സൊല്യൂഷൻ തീർച്ചയായും ഇല്ല എന്ന് വ്യക്തമായി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിരിക്കെ അതുമായി ഇനി കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതി സർക്കാർ അവലംബിക്കരുത്. ഇനി മറ്റൊന്ന്, മന്ത്രി ശ്രീ പി രാജീവിൻ്റെ ഇന്നലത്തെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് 2 പ്രാവശ്യം അദ്ദേഹം പറയുന്നത് കരമടക്കുന്നതിനെ കുറിച്ചാണ്. റവന്യൂ അവകാശങ്ങൾ എന്ന് വെച്ചാൽ കരമടക്കുക എന്നുള്ളത് മാത്രമല്ല, കരമടക്കാനായി മുനമ്പംകാർക്ക് നാളെ മന്ത്രിസഭ ചേർന്ന് അനുവാദം കൊടുക്കുന്നത് കൊണ്ട് ജനത്തിനൊരു ഗുണവുമില്ല. സർക്കാരിലേക്ക് കുറച്ച് കാശ് കിട്ടുമെന്നല്ലാതെ വിഷയം അവിടുത്തെ ടൈറ്റിൽ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. റവന്യൂ വകുപ്പ് വഖഫ് ബോർഡിൻ്റെ ആ കൽപ്പന ശിരസാവഹിച്ച് മുനമ്പംകാരുടെ പേരിലുണ്ടായിരുന്ന ആ ടൈറ്റിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റിയല്ലോ. അങ്ങനെയാണല്ലോ 2022 മുതൽ അവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം ബ്ലോക്ക്ഡായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉടമസ്ഥാവകാശം അവർക്ക് തിരികെ ലഭിക്കുക എന്നുള്ളതാണ്. ഇതിനു മുൻപും കരമടക്കലിന് സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു ചതിയായിരുന്നു. കാരണം വഖഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മുനമ്പംകാർ കരമടക്കാൻ സർക്കാർ അന്ന് അനുവാദം കൊടുത്തു. അത് അവരെ ശരിക്കും വഞ്ചിക്കുന്നൊരു ഏർപ്പാടായിരുന്നു. ഏതായാലും നാളത്തെ മീറ്റിങ്ങിൽ അത്തരം ട്രപ്പീസ് കളികൾ സർക്കാർ ഒഴിവാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മുനമ്പത്തെ വിഷയം പൂർണ്ണമായും സോൾവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഒന്ന്, നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ കോടതി പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വഖഫ് ബോർഡ് കൃത്യമായ ആ പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെ മുനമ്പംകാരുടെ ഭരണഘടനാ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും റവന്യൂ വകുപ്പ് വലിയ അനീതി അവരോട് കാണിച്ചു എന്നുള്ളത് കൊണ്ടും സർക്കാർ ഒരു തിരുത്തൽ, സ്വയം തിരുത്തലാണ് നാളെ നടത്തേണ്ടത്. അങ്ങനെ തിരുത്തിക്കൊണ്ട് ഇതാ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനാൽ ഭരണഘടനാപരമായ അവകാശം, പൗരന്മാർക്കുള്ള അവകാശം സംരക്ഷിക്കാനായി ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഇവർക്ക് റവന്യൂ വകുപ്പ് പൂർണ്ണമായ ഉടമസ്ഥാവകാശം തിരികെ നൽകുന്നു. 2022 മുൻപുണ്ടായിരുന്ന തൽസ്ഥിതി അത് തുടരാൻ തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുത്താൽ മാത്രം പോരാ, നാളെ തന്നെ ജിഒ ഇറങ്ങണം. അല്ലെങ്കിൽ ജിഒ ഇറങ്ങാനായി സമയം വൈകിപ്പിച്ച് സ്റ്റേ വന്ന് മൊത്തം ബ്ലോക്കാക്കാൻ ഉള്ള ഒരു തന്ത്രം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാം. ഞാനിത് പറയുന്നത് മുനമ്പം വിഷയത്തിൽ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എടുത്തത് തന്ത്രത്തിൻ്റെ രീതികളായിരുന്നു. അതുകൊണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കോഷ്യസ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് സർക്കാർ ഇമ്മീഡിയറ്റായി നാളെ തീരുമാനമെടുക്കണം. അതും സ്ഥായിയായ ഫലം മുനമ്പംകാർക്ക് ലഭിക്കുന്നത് പോലുള്ള തീരുമാനം. 2, വഖഫ് ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഏതായാലും ഇപ്പോൾ ഭൂസംരക്ഷണ സമിതിയുടെ വാദങ്ങൾ വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം മറ്റുള്ള
കക്ഷി ചേർന്നിട്ടുള്ള ആളുകളുടെ വാദങ്ങളും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിലെ കേസ് ശക്തമായി മുന്നോട്ട് പോകണം. ഇനി അത് എത്ര നാൾ നീളുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് വഖഫ് അമെൻമെൻറ്റ് ആക്ട്, ഭേദഗതി ആക്റ്റിൽ മുനമ്പത്തിന് വ്യക്തമായ സൊല്യൂഷനായിട്ടുള്ള സെക്ഷൻ 2 2ാം പ്രൊവിസോ, അതിൻ്റെ ചട്ടങ്ങൾ ഈ വരുന്ന പാർലമെൻറ്റിൽ തന്നെ പാസ്സായി വരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ മുനമ്പം ഫാറൂഖ് കോളേജ് എന്ന ആ ഒരു സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ സ്ഥലത്തിന് വഖഫ് ബോർഡിന് ഇനിമേൽ അവകാശമില്ല എന്നുള്ള കൃത്യമായ ആ ഒരു പൊസിഷനിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ, ഈ വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് പാസ്സാവുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയോടുകൂടി മുനമ്പംകാർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ 3 സൊല്യൂഷൻസാണ് മുന്നിലുള്ളത്. ഏറ്റവും സ്ഥായിയായതും ഏറ്റവും സത്വരമായതും നടപ്പിലാവട്ടെ. അതിന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.